ഹായ് ഹലോ നമസ്കാരം. ഞാൻ അനിൽ ചന്തോച്ചിറ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മഞ്ജു ആന്റണിയുടെ ആറാട്ടാണ് കണ്ടത് അല്ലേ? ആറാട്ട്. അപ്പം മഞ്ജു ആന്റണിയുടെ ഒരു ചോദ്യത്തോടു കൂടി തന്നെ നമ്മൾ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വിടാൻ പോവുകയാണ്. വിനച്ചേച്ചി ഒരു നടുക്ക് നിൽക്കുന്ന ഒരാള്, ബാക്കി ഞങ്ങൾ എല്ലാവരും ചുറ്റിനും നിൽക്കുന്ന ഒരാള്. മഞ്ജു കുറച്ച് സ്ക്രീൻഷോട്ട് പുറത്തു വിടുകയുണ്ടായിരുന്നു. എന്നെ ആദ്യം സജീന കോണ്ടാക്ട് ചെയ്തു, സജീന എതിർവശത്തേക്ക് എന്തൊക്കെയോ ചോർത്തി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്കറിയണ്ടേ? മഞ്ജുവിന്റെ വോയിസ് തന്നെ നിങ്ങൾ കേട്ടു നോക്കുക. എഡിറ്റിംഗ് ഒന്നുമല്ല, ഒറിജിനൽ വോയിസ് നമ്മളിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യും. മഞ്ജു ഈ വീഡിയോ കാണുവാണെങ്കിൽ എനിക്കൊരു റിപ്ലൈ തരിക. മാന്യമായി തന്നെയാണ് ഞാൻ മഞ്ജുവിനോട് ചോദിക്കുന്നത്. ഇത് മഞ്ജുവിന്റെ വോയിസ് ആണോ അല്ലയോ എന്നുള്ളത് മഞ്ജു തന്നെ ഇവിടെ പറയുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം കമന്റായി എഴുതുക. ഈ ഒരു വീഡിയോയുടെ റിപ്ലൈ മഞ്ജു തരികയാണെങ്കിൽ ബാക്കി വോയിസുകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് മഞ്ജുവിന് തരുന്നതാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വ്യക്തിയുടെ പേര് അനിൽ ചന്ദ് ഓച്ചിറ. ഈ ഒരു വ്യക്തി ഫേസ്ബുക്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, യൂട്യൂബിൽ സജീവമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് ഫേസ്ബുക്കിലാണ്. ഈ ഒരു ആളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ നെക്സോബിയൻ എന്ന് പറഞ്ഞ ചാനലിലെ ആ പയ്യനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ആരോ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ആ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സജീന അതിൽ പ്രൊവാക്കായി ഈ നെക്സോബിയൻ എന്ന് പറയുന്ന ചാനലിലെ പയ്യനെതിരെ ഒരു വീഡിയോ ചെയ്തു. അന്ന് ആ വീഡിയോ ഏറെ വിവാദമായിരുന്നു. ആ പയ്യന്റെ അമ്മയെക്കുറിച്ചൊക്കെ മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത് വിവാദമായത്. ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ സജീനയ്ക്കെതിരെ അന്ന് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ രേണുസുതിയുടെയും സജീനയുടെയും സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യും. അവരോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവരെനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ അയച്ചു തന്നു. ഒരു സ്ക്രീൻഷോട്ടും ഒരു വോയിസ് റെക്കോർഡുമായിരുന്നു. അതെന്തായാലും ഞാൻ ഇവിടെ വെക്കാം. അതിന് മുൻപ് ഞാൻ വേറൊരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. രേണുസുതി വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താലേ ഞാൻ മുടിയും വെട്ടു ഷേവിങ് ചെയ്യൂ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, അഭിലാഷ് ആട്ടയം. അഭിലാഷ് ആട്ടയത്തിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പുട്ടിന് വീര എന്ന കണക്കിന് ഇപ്പൊ രേണുസുതിനെ ഇടയ്ക്കുമ്പോഴേക്കും പൊക്കിക്കൊണ്ട് വരിക, അവരൊന്ന് പുകഴ്ത്തും, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിറഞ്ഞു നിൽക്കും. അത്യാവശ്യത്തിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്ന് എടുത്തിട്ട് അലക്കും. എന്തായാലും രേണുസുതിക്ക് കൊടുത്ത വാക്ക് ഇതുവരെ അഭിലാഷ് ആട്ടയം നടപ്പാക്കിയിട്ടില്ല. മറ്റൊന്നുമല്ല, അഭിലാഷ് ആട്ടയം രേണുസുതി എന്ന് കമന്റ് ചെയ്തിട്ടും മുടിയും വെട്ടിയില്ല, ഷേവിങ് ചെയ്തിട്ടില്ല. അവിടെ രേണുസുതിനെ നൈസായിട്ട് മൂഞ്ചിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട കലാകാരിയുടെ പ്രിയപ്പെട്ട ആരാധകൻ മൂഞ്ചിച്ചു, അത്ര തന്നെ. എന്തായാലും അഭിലാഷ് ആട്ടയത്തിന് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കാണാം. എൻ്റെ ഒരു ഗതികേട് നോക്കണേ. ഒരു ദിവസം അറിയാതെ ഇവന്റെ ഒരു കണ്ടന്റ് എടുത്ത് വെച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു. അതിനുശേഷം ഒരു ലോങ് വീഡിയോയും ചെയ്തു. അന്ന് അത് ചെയ്തതിന് തൊട്ട് പിന്നാലെ തൊട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിലോട്ട് ഇവന്റെ ഒരു വീഡിയോ മാത്രം വരത്തുള്ളൂ. പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ, പിന്നെ പാവങ്ങളുടെ തമന്ന എന്ന് പറഞ്ഞ് പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. എനിക്ക് ആ ചേച്ചിയോട് പറയാനുള്ളത്, തമന്നയ്ക്ക് മലയാളം അറിയാത്തത് ഭാഗ്യം. അവർക്കെങ്ങാനും മലയാളം അറിയാമായിരുന്നെങ്കിൽ വീട്ടിൽ കയറി തല്ലാണ്ട് ആളെ പറഞ്ഞു വിട്ടേനെ. തമന്നയുടെ എന്തായാലും നമുക്ക് ഇവന് പറയാനുള്ളത് കേൾക്കാം. എന്താണ് ചോദിച്ചത്? രേണുസുതിയെ കുറിച്ച് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കുന്നത് എന്താണ്? രേണുസുതിക്ക് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു കല്യാണം. കാരണം ആ കുട്ടിക്ക് നല്ലൊരു കല്യാണം തന്നെ വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതം വേണ്ടേ? രേണുസുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കല്യാണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിക്കും, ഉടനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞു. രേണുസുതി കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് അവരുടെ വിഷയം. അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നീ ഇങ്ങനെ രേണുസുതിനെ മൂഞ്ചിച്ച ഒരു കാര്യം ഇപ്പോഴും ഞാൻ നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് നിന്റെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് വന്നത് തന്നെ. നീ ഇതുവരെ ഷേവിങ് ചെയ്തിട്ടില്ല, മുടിയും വിട്ടിട്ടില്ല. എൻ്റെ പൊന്ന അഭിലാഷ, നീ ആദ്യമേ രേണുവിന് കൊടുത്ത വാക്ക് പാലിക്കും. നീ പബ്ലിക്കായിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വീഡിയോ ഇറക്കിക്കൊണ്ടാണ് പറഞ്ഞത്, രേണു വന്ന് നിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നീ അന്നേരം പോയി മുടിയും വെട്ടി ഷേവ് ചെയ്യുന്നു. മാസം ഇത്ര ആയില്ലടാ. ഒരാളെ ഇങ്ങനെ പച്ചയ്ക്ക് ഊമ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തായാലും എനിക്ക് കിട്ടിയ സ്ക്രീൻഷോട്ട് ഇത് മഞ്ജു ആന്റണി സജീനയ്ക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ്. അതായത് മഞ്ജു ആന്റണി മാർച്ച് 18 12:13 PM സജീനയ്ക്ക് തുടരെ മെസ്സേജുകൾ അയക്കുന്നു. അത് ഏകദേശം 1:27 മുന്നേ ആയിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. സജീന അതൊന്നും കണ്ടിട്ടില്ല. അത് സജീന അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സജീന ഒരു വോയിസ് നോട്ട് അങ്ങോട്ട് അയക്കുന്നു. അതിന് മറുപടിയായിട്ട് മഞ്ജു ആന്റണി ഒരു സ്മൈലി ഇടുന്നു. അതിനുശേഷം യെസ് എന്ന് പറഞ്ഞൊരു കമന്റ് ചെയ്യുന്നു. അതിനുശേഷം സജീന വീണ്ടും ഒരു വോയിസ് അയക്കുന്നു. ഇതിനെക്കുറിച്ച് മഞ്ജു ആന്റണി പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മഞ്ജു ആന്റണിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരാൾ നടുക്ക് നിൽക്കുന്നു, അവർക്ക് ചുറ്റും നിങ്ങളെല്ലാവരും നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ നിങ്ങളെല്ലാവരും എന്നെ കൂട്ടരുത്. ഞാൻ ആ ഒരു വ്യക്തിനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. കാരണം അത് എത്രത്തോളം വലിയ ഫ്രോഡാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മഞ്ജു ആന്റണിക്ക് അതിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ വേണമെങ്കിൽ എൻ്റെ ഇരിക്കുന്ന കുറച്ച് എവിഡൻസ് ഞാൻ അങ്ങോട്ട് തരാം. പറ്റുമെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതിൽ ഒരു വീഡിയോ ചെയ്ത് നോക്കണം. അന്നേരം ആ ചേച്ചിയുടെ തനി കുണം ഈ ചേച്ചി അറിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പം മഞ്ജു ആന്റണി കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഈ സജീന, ശ്രീതു, രേണുസുതി ഇവരെല്ലാം കൂടി ഒന്നിച്ച് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, 9-ാം മൈൽ. അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് രേണുസുതിനെ ട്രോളിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു ആന്റണീനെ സജീന സമീപിച്ചു. അത് മഞ്ജു ആന്റണി പറഞ്ഞു വന്നപ്പോഴത്തേക്ക് സജീന ഈ പറയുന്ന മഞ്ജു ആന്റണീനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ് രേണുസുതിക്കെതിരെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കുറച്ച് വോയിസ് നോട്ടുകളും കാര്യങ്ങളും കൊണ്ടുവച്ചത്. പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് സജീന അങ്ങോട്ടാണ് ഈ പറയുന്ന മഞ്ജു ആന്റണീനെ കോണ്ടാക്ട് ചെയ്തതെന്ന്. നമുക്കത് സത്യമാണെന്ന് പരിശോധിക്കാം. എനിക്ക് കിട്ടിയ ഒരു വോയിസ്, അതൊരു 30 സെക്കൻഡേ ഉള്ളൂ. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഹലോ ഹലോ കേക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ആരാ? ഞാന് മഞ്ജുവാ. മഞ്ജുവാ? മഞ്ജു ആന്റണിയാ? മഞ്ജു ആന്റണി. ആ ഓക്കെ ഓക്കെ. ഇയാളെ സോറി ഇത് കേട്ടിട്ട് അറിയാൻ വയ്യല്ലേ? ആണ്. താൻ റിപ്ലൈ ഒന്നും തന്നില്ല ഞാനൊരു മെസ്സേജ് അയച്ചിട്ട്. കിച്ചുവിന്റെ വീഡിയോ കണ്ടോന്നാ? ആ അതിനിപ്പോ നമുക്ക് എന്താ പ്രതികരിക്കണം? അവന്റെ ലൈഫല്ലേ അവൻ പറയുന്നത്. ഞാൻ പിന്നെ ഒരു വോയിസ് ക്ലിപ്പും അവന്റെ കുറച്ച് കട്ടും എടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ യൂട്യൂബില്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ കിച്ചു അവന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞിടയ്ക്ക് പുറത്തു വന്നിരുന്നു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സജീനയുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ജു ആന്റണി സജീനയെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. അവിടെ തൊട്ടാണ് ഇവർ തമ്മിൽ സൗഹൃദമാകുന്നത് എന്നാണ് സജീന എന്ന് പറഞ്ഞത്. സജീന പറഞ്ഞത് സജീനയുടെ ഇതിൽ കൂടുതൽ വോയിസ് റെക്കോർഡുകളും മറ്റു കാര്യങ്ങളുണ്ട്, അതൊന്നും താൻ പുറത്തേക്ക് വിടുന്നില്ല എന്നാണ്. ഇപ്പോൾ എന്തായാലും അനിൽ ചന്ദ് പറഞ്ഞ കണക്ക് തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആൾക്കൂട്ടം നല്ല 8ന്റെ പണി ഈ രേണുസുതി വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഇനി കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ആളുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് സജീനയ്ക്കെതിരെ ഈ പറയുന്ന മഞ്ജു ആന്റണി വന്നതെന്നാണ് അനിൽ ചന്ദ് ചോദിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഇനി പുള്ളിക്കാരുടെ കൊട്ടേഷൻ വല്ലതാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഈ അനിൽ ചന്ദിന്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖം കാണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു നശൂലത്തിന്റെ. അതുകൊണ്ട് ആ ഫേസ് ഞാൻ അങ്ങ് ബ്ലർ ചെയ്യുക. കാരണം മറ്റൊന്നുമില്ല, എനിക്ക് ആ ഒരു സാധനത്തിന് എൻ്റെ ചാനലിൽ കാണിക്കേണ്ട അത്ര താല്പര്യമില്ല. വെറുതെ എന്തിനാ നമ്മൾ നമ്മുടെ ചാനൽ മലിനമാക്കുന്നത്? അപ്പോൾ ശരിയാണ്.